ഹായ് ഫ്രണ്ട്സ്, ഹായ് പറഞ്ഞേ. ഹായ്. ചുഞ്ചുരു ചെറിയ ജലദോഷം ഉണ്ട് കേട്ടോ. ഇനിയിപ്പം 8ാം തീയതി ക്ലാസ് തുറക്കും. ഇനി എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പം ഇന്ന് വൈകുന്നേരം നമുക്ക് ഡോക്ടറെ കാണിക്കണം. ഹോമിയോയിലെ കാണിക്കാറ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഡോക്ടറെ കാണിക്കണം. അതിന് മുമ്പ് ഇതാ നമ്മൾ ഇന്ന് ചുഞ്ചുരു ബേബീൻ്റെ ബുക്കൊക്കെ അന്ന് മേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ഇന്ന് കവർ ചെയ്യണം. അപ്പോൾ അതിനുള്ള സാധനങ്ങളുണ്ട്. ഈ ഒരു ഡ്രോയിങ് ബുക്കും ക്യാൻവാസും, അതായത് ഇത് രണ്ടും നമ്മൾ ഇത് ഇടുന്നില്ല കേട്ടോ. ഇവർ കറക്റ്റ് അതിനനുസരിച്ചുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത്. കണ്ടോ, ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിലൊരു 10 എണ്ണം ഉണ്ട്. 10 ബുക്കാണ് ഇടാനുള്ളത്. അപ്പോൾ നമുക്കത് കവർ ചെയ്യാം. സാധാരണ എല്ലാവർക്കും ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും. 1-ാം തീയതിയാണെന്ന്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചട്ടിടാൻ പോവാണ്. അപ്പോൾ നമുക്ക് ചട്ടിടാലോ. അപ്പോൾ അതാ ഇങ്ങനെ കേട്ടോ, എനിക്ക് നല്ല വൃത്തിയിൽ ഇട്ട് കൊടുക്കണം. അതായത് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ഉണ്ട്. അതായത് എല്ലാം നല്ല വൃത്തിയിൽ, എല്ലാം ഇപ്പൊ റൂമും കാര്യങ്ങളായാലും ശരി, എന്തായാലും ശരി, എല്ലാം നല്ല വൃത്തിയിൽ കിടക്കണം. അല്ലെങ്കിൽ എനിക്ക് എന്തോ അന്നത്തെ എനിക്ക് മൈൻഡ് ഒന്നും ഓക്കെ ആയിരിക്കില്ല. ഇപ്പൊ ഇന്നിപ്പോ ക്ലീൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ക്ലീൻ ചെയ്യണം. ഇന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ പോലെ ആയിരിക്കും. അപ്പൊ അതേപോലെ തന്നെ ബുക്കായാലും എന്തായാലും എനിക്കൊക്കെ വൃത്തിക്കണം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി പഠിക്കണ എനിക്ക് എൻ്റെ അമ്മയാണ് ബുക്കൊക്കെ ചട്ടിയിട്ട് തന്നിരുന്നത്. കാരണം അമ്മമാരാണ് അതൊക്കെ കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ എനിക്കിങ്ങനെ ബുക്കിന്റെ സൈഡൊന്നും മടങ്ങിയിരിക്കുന്നൊന്നും ഇഷ്ടമല്ല. അപ്പം അതൊക്കെ എനിക്ക് അമ്മയാണ് എന്നെ ചെയ്തു തന്നിരുന്നത്. ഇപ്പോഴും ഇതാ ചുഞ്ചുരു ബേബിക്ക് വേണ്ടി ഞാൻ ചെയ്യാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അഭിയേട്ടനാണ് കേട്ടോ. ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. കാരണം അഭിയേട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ഇപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അച്ഛനും അമ്മ എല്ലാവരും ചേട്ടൻ എല്ലാവരും ജോലി. ഇപ്പൊ ഞാനും അമ്മാമയും കൊച്ചും മാത്രമേ ഉള്ളൂ. ഇപ്പൊ അമ്മയ്ക്ക് ഓപ്പണിങ്ങിന്റെ ഒന്ന് വരണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അമ്മയ്ക്ക് ലീവ് ഉണ്ടോന്നൊന്നും അറിയില്ല. ചിലപ്പോ അമ്മ വരും, അല്ലെങ്കിൽ ഞാനും ചോദിച്ചിട്ട് പോവും. അങ്ങനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഞാൻ അഭിയേട്ടനെ മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങളെ. കാരണം ഫസ്റ്റായിട്ട് ഞങ്ങളുടെ മോൻ ആദ്യമായിട്ട് ക്ലാസ്സിൽ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ, പ്രീ സ്കൂളിൽ പോയ പോലെ അല്ലല്ലോ നമ്മൾ സ്കൂള്. അപ്പോ അഭിയേട്ടന് ഇല്ലാത്തതിന്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പൊ എന്താ പറയാ, ഇന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ എല്ലായിടത്തും ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇവർ LKG ആയ കാരണം LKG-കാർക്കൊക്കെ എനിക്ക് തോന്നുന്നു 8ാം തീയതിയാണ് ഓപ്പണിംഗ് എന്ന് തോന്നണേ. എല്ലായിടത്തും അങ്ങനെയാണ് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ കുഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോ ഇതൊക്കെ ചെയ്തെടുക്കാൻ നല്ല രസമായിരിക്കില്ലേ? ഈ ഒരു ഇൻട്രസ്റ്റ് ലാസ്റ്റ് വരെ കണ്ടാ മതി. അല്ല ചുഞ്ചുര ചുഞ്ചുരു സ്റ്റാപ്ലർ എടുത്ത് കളിക്കാം. കയ്യ് പെടൂട്ടെ അതില്. പെട്രോള് തീർന്നവരെല്ലാത്തിനും അങ്ങനെ പറയാട്ടോ പെട്രോളിന്ന്. ഇതില് പിന്നിപ്പൊ കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ചെയ്തേക്കാണ് ഇത് പറയാണ് ഇതിന്റെ പെട്രോള് തീർന്നു. ദീപാവലി ചുഞ്ചുരു അമ്മ ചെയ്യട്ടെ. വാട്ട് ഈസ് യുവർ നെയിം? ആ അപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? LKG അക്കാദമി അല്ല, ഹോളി ഗ്രേസ് LKG A. പറഞ്ഞേ LKG A. അവ സ്കൂളിന്റെ പേരാണ് കേട്ടോ പറയുന്നേ. എന്താവോ എനിക്കറിയാൻ പാടില്ല. തന്നെ പിന്നെന്താ, എന്തൊക്കെ വിശേഷം എന്ന് വെച്ചാൽ എല്ലാവരോടും. അയ്യോ ചുഞ്ചുരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചുഞ്ചുരുവിന്റെ എന്താ പറയാ പറയുന്നതൊക്കെ ഇത്രയും കൂടിയും എനിക്ക് എല്ലാം മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ എന്റെ അമ്മയ്ക്കായാലും വീട്ടില് ചേട്ടനായാലും അച്ഛനായാലും അമ്മയ്ക്കായാലും അഭിയേട്ടനായാലും എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ടീച്ചർക്ക് ഇവന്റെ ഭാഷ മനസ്സിലാവും. എനിക്കറിയാൻ പാടില്ല കേട്ടോ. ടീച്ചർ ചിലപ്പോ നമ്മളെ വിളിക്കായിരിക്കും ഇവരെന്താ പറയണേന്ന് ചോദിച്ചിട്ട്. അപ്പം അറിയില്ല. ചുഞ്ചുരുവിന്റെ ഭാഷയൊക്കെ ശരിയാക്കാനുണ്ട്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ചുഞ്ചുരുവിന് ചെറിയൊരു ജലദോഷം ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് വൈകുന്നേരം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാന്ന് വെച്ചാൽ നമ്മള് ഹോമിയോ ആണ് ചുഞ്ചുരുവിനെ കാണിക്കണേ കേട്ടോ. അപ്പൊ വൈകുന്നേരമായിട്ട് ഡോക്ടർ വൈകുന്നേരം ഇരിക്കുക. അപ്പൊ വൈകുന്നേരമായിട്ട് ഡോക്ടറെ കൊണ്ട് കാണിക്കാന്ന് വെച്ചിരിക്കുന്നത്. കാരണം ചെറുതായിട്ട് ജലദോഷം ഉണ്ട്. ഇനിയിപ്പം ക്ലാസ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജലദോഷം വെച്ച് ക്ലാസ്സിൽ പോകാൻ പറ്റില്ല. ഇപ്പൊ തുടക്കത്തിൽ തന്നെ വിടാണ്ടിരുന്നത് ശരിയാവില്ല. അപ്പോൾ ഞാനിവിടെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാറ്. പക്ഷെ ഇന്നിപ്പം ബുക്ക് ചെയ്തില്ല ഇന്നലെ. ഇനിയിപ്പോൾ ഇന്ന് കൊണ്ട് കാണിച്ചാലാണ് അന്നത്തേക്ക് ഇത് കുറയുള്ളൂ. ഇനിയിപ്പം വൈകുന്നേരം ഡോക്ടറെ വീട്ടിൽ പോയി കാണിക്കണം. ചുഞ്ചുവിൻ്റെ ജലദോഷം നന്നായിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാമനും മോനൊന്ന് കളിച്ചു. അപ്പൊ മൂക്ക് ചെറുതായിട്ട് എവിടെയോ കൊണ്ട് ഇടിച്ചു. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ പറ്റിയത്.
ഇത്ര നേരമായിട്ട് നമ്മൾ ഒരു ബുക്കും വേണ്ടിയിരിക്കുന്നത്. ഇത് അത്യാവശ്യം പാടുണ്ട്, കാരണം ഇതിന്റെ ഒന്നാമത്തെ ഇതിന്റെ ഇത് ഭയങ്കര നൈസാണ്. ഫസ്റ്റ് ബുക്ക് ഞാൻ ചട്ടിട്ടുണ്ട്. ഇവന്റെ സ്കൂളിന്റെ പേരാണ് ഈ കാണുന്നേ, ഹോളി ഗ്രേസ് അക്കാദമി CBSE റെസിഡൻഷ്യൽ സ്കൂൾ. ഇതാണ് ചുണ്ടിന്റെ സ്കൂള്. അപ്പൊ ഇവർക്ക് ഇവരുടെ ചൊട്ടയൊക്കെ അത് തന്നെ. ഇതിപ്പോ പേരൊക്കെ എഴുതണോട്ടോ, കണ്ടോ, നെയിം സ്ലിപ്പ് ഒന്നും വേണ്ടത് തന്നെ ഉണ്ടാക്കാൻ. ഞങ്ങളൊക്കെ പഠിക്കുമ്പോ എന്ത് ചട്ട അമ്മയ്ക്ക് അതൊക്കെ നിർബന്ധമായിരുന്നിട്ട് അമ്മ അതൊക്കെ സെറ്റാക്കി തരും. അതായത് ചൊട്ടയും കാര്യങ്ങളായാലും എല്ലാരും അമ്മ. ഞങ്ങളുടെ ആ ഒരു ടൈമിലൊന്നും വലിയ പ്രശ്നമില്ല. പണ്ടൊക്കെ അമ്മ പറഞ്ഞിട്ട് ഒരു ബുക്ക് കിട്ടാൻ, അതായത് ഒരു ബുക്ക് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലം പഠിക്കണവരുടെ, അതായത് പഠിച്ചിറങ്ങണവരുടെ ബുക്ക് ചോദിക്കുന്നത്. അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാണെന്ന് അമ്മ പറയാറ്. ഇപ്പത്തെ ഇത് എടുത്ത് കളയല്ലേ, ഇപ്പത്തെ പിള്ളേർക്ക് വല്ല തരണം. പിന്നെ ഞങ്ങളുടെ ആ ഒരു ടൈമിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ. എന്താ പറയാ, ബുക്ക് അത് ഇത് ഒരു കുറവും ഞങ്ങൾക്ക് വരുത്തിയിട്ടില്ല ഞങ്ങളുടെ പാരന്റ്സ്. അപ്പൊ അതേപോലെ തന്നെ നമ്മളെ ഒരു പാരന്റ്സ് അങ്ങനെ വിചാരിക്കില്ല. അതായത് എന്താ പറയാ, എല്ലാ പാരന്റ്സിനും അവരുടെ മക്കള് നന്നായി പഠിക്കണം എന്നാണ് ആഗ്രഹം. നന്നായി പഠിക്കണം, അവർക്ക് ഒരു കുറവും വരുന്നത്. എല്ലാ പാരന്റ്സ് അങ്ങനെ തന്നെയാ. പിന്നെ പണ്ടത്തെ സാഹചര്യം അല്ലല്ലോ ഇപ്പോഴത്തെ സാഹചര്യം. എന്താ പറയാ, പണ്ടുള്ളവർക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. ഇപ്പത്തെ കാലഘട്ടം എന്ന് പറയുന്നത് മാറിപ്പോയില്ലേ. പിന്നെന്താ, പിന്നെ എന്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് റീച്ചായി കിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വർഷം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടില്ല. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പെട്ടെന്ന് റീച്ച് ആവണമെന്നല്ല, അത്യാവശ്യം കുറച്ച് ഇതൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് അടുത്തെല്ലാം സ്കൂൾ തുറക്കുന്ന ടൈമിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് റീച്ച് ആയില്ലെങ്കിലും നമ്മൾ ചെയ്യും. അങ്ങനെ ഇച്ചിരി ടാസ്ക് കേട്ടോ. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇതിപ്പോ അമ്മ വന്നിട്ട് അമ്മയൊക്കെ ചെയ്യാൻ സഹായിക്കും. പക്ഷേ ചുഞ്ചുരന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം എന്ന് എനിക്ക് ഇത്തിരി നിർബന്ധമുണ്ട്. സോ ഞാൻ തന്നെ ചെയ്യും. വഴി നോക്കണം കാണാം. കുറച്ച് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാട്ടോ, കാരണം ഇവിടെ കുറച്ച് കൂടുതലുണ്ട്. ഇവരുടെ ഈ ഒരു പേരിന്റെ ഭാഗം മര്യാദയ്ക്ക് ആക്കണം എന്നുണ്ട് എനിക്ക്. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട് കണ്ടോ, വേറെ സൈഡില് ഇത് ഇങ്ങനെ അതൊന്ന് ശരിയാക്കണം. പിന്നെന്താ, ഇവരെ സ്കൂളൊക്കെ അടിപൊളിയാക്കിട്ടോ. അതായത് ഞങ്ങളന്ന് അതിന് ബില്ലിങ്ങിനൊക്കെ ചെന്നപ്പോ ഇവരുടെ പണിയൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവരുടെ സ്കൂള് കണ്ടോ, സ്കൂള് അറിയായിരിക്കും, അത്യാവശ്യം ഫേമസ് ആണ് ഇവരുടെ സ്കൂള്. കൊറേ നമ്മുടെ ഇവിടെ അടുത്താണ്, ചുഞ്ചുരിന് പോവാൻ എളുപ്പമുള്ളൂ, കുറച്ചേ ഉള്ളൂ. അപ്പൊ ഞാൻ കൊണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുന്നത് ചുഞ്ചുരിനെ. വണ്ടിക്കൊന്നും ആക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാനിവിടെ ഉണ്ടല്ലോ, ഞാനിപ്പോ ഒന്നിനും പോകുന്നില്ല. അപ്പൊ ജോലി ഞാൻ BCom പഠിച്ചതാണ്, BCom പാസ്. അപ്പൊ ജോലിക്ക് ഞാനൊരു കൊടുങ്ങല്ലൂർ ഒരു സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ ജോലിയുടെ ഒഴിവ് വന്നു കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും. അപ്പം ഇങ്ങനെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, LICയുടെ ഫ്രണ്ട് ഓഫീസിൽ ഇങ്ങനെ വേക്കൻസി ഉണ്ട്, പിന്നെ ഇൻഷുറൻസിന്റെ ഓഫീസിലും വേക്കൻസി ഉണ്ടെന്നുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ടൈം എല്ലായിടത്തും 9 മണി തുടങ്ങി 5:30 വരെയാണ് വർക്കിംഗ് ഡേ. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 8:30 പിന്നെ ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീയാ. പിന്നെ എനിക്ക് 3:30 വരെ ഞാൻ ഫ്രീയാ. എനിക്ക് ആ ഒരു ടൈമിനുള്ളിൽ തിരിച്ചു വരാൻ പറ്റണം. പക്ഷെ ഇപ്പൊ എല്ലായിടത്തും വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒന്ന് അടിച്ചു കളയല്ലേ, സ്റ്റാപ്ലർ തീർക്കാം, അടി കിട്ടിട്ട് തന്നെയാണ്. പിന്നെ എല്ലായിടത്തും വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 5:30 വരെയാ എല്ലായിടത്തും. അപ്പം ജോലിക്ക് പോക്ക് ഇപ്പൊ നടക്കുന്നു എനിക്ക്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാലേ പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം. അപ്പൊ അതാണ് എനിക്ക് എന്താ പറയാ, ഞാനില്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ അത് കാരണം ജോലിയുടെ കാര്യം അങ്ങനെ വെച്ചേക്കണം. പിന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് പോയി ജോയിൻ ചെയ്യാൻ അടുത്ത മാസം ജോയിൻ ചെയ്യുന്നുണ്ട്. അതെന്താന്നൊക്കെ ഞാൻ വഴിയെ പറയാം. കാരണം കൊച്ചു ക്ലാസ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കണം, എങ്ങനെ പോയാലും ഞാൻ വെറുതെ ഇരിക്കണം. അപ്പൊ അതിന് എന്താ പറയാ, വെറുതെ ഇരുന്ന് മടുപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ ഞാൻ വിചാരിക്കണം ഒരു കാര്യം ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൈകാണ്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. പിന്നെന്താ, ഇതിൻ്റെ അവസ്ഥ കേട്ടോ ഇടാനായിട്ട്. നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഒറ്റ ബുക്ക് ചട്ടയുടെ എന്തൊരു പാടാന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാ നമ്മുടെ ബ്രൗൺ അതേപോലെ തന്നെ മറ്റേ ചട്ട പോലെ അല്ലാട്ടോ. ഇത് ഇച്ചിരി പാടുണ്ട് ഇടാനായിട്ട്. ചുഞ്ചുര അതിനിടയിൽ ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ ചുഞ്ചുര അവിടെ നിന്ന് എന്തൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ. ചുഞ്ചുരുവിന് ഇന്ന് രാവിലെ കഞ്ഞിയാണ് കൊടുത്തത്. കാരണം അവർക്ക് ചെറിയ ജലദോഷമൊന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കഞ്ഞിയാണ് കൊടുത്തത് ചുഞ്ചുരുവിന്. കണ്ടാ സ്റ്റാപ്ലറിന്റെ പിന്നൊക്കെ തീർത്തു. അതിന് ഇടിക്കും ഞാൻ പിടിച്ച്. ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ. അവള് കഞ്ഞി കുടിച്ചു. ചുഞ്ചുവിന് കഞ്ഞി കൊടുത്തപ്പോൾ ഞാനും കഞ്ഞി കുടിച്ചു. എനിക്കിപ്പം ടെൻഷനായിട്ട് പാടില്ല. ചുഞ്ചുന് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവിടെ. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. അതായത് എല്ലാ പാരൻസും എങ്ങനെയാ ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ പോകുമ്പോൾ ഞാൻ പണ്ട് കുഞ്ഞായിരുന്നപ്പം ഞാൻ പോയിരുന്നപ്പോൾ അത്ര ടെൻഷൻ ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ എൻ്റെ പാരൻസിന്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേട്ടൻ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എൻ്റെ പാരൻസിന് അങ്ങനെ വലിയ ടെൻഷൻ ഉണ്ടായിട്ടില്ല. എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചേട്ടനെ ആദ്യമായിട്ട് സ്കൂളിൽ കൊണ്ടാക്കിയപ്പോൾ ഭയങ്കര വിഷമായിരുന്നു. അപ്പൊ ചേട്ടനാണെങ്കിൽ ചെറുതായിരുന്നു. ഞാനും ചേട്ടനൊന്നും വലിയ സൈസ് ഒന്നും ആയിരുന്നില്ല ചെറുപ്പത്തിൽ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെലിഞ്ഞിട്ടൊക്കെ ആയിരുന്നു കേട്ടോ ഞാനൊരു ചേട്ടനൊക്കെ. അപ്പൊ എന്റെ അമ്മ പറയാ ബാഗ് ഇട്ട് പോണാണെന്ന് സങ്കടം വരുന്നു. അച്ഛനും പറഞ്ഞു. അച്ഛൻ ഇപ്പോഴും പറയും കേട്ടോ. എന്താ പറയാ, 1ാം ക്ലാസ്സിൽ ആ അച്ഛൻ്റെ കൈ പിടിച്ചാ പോയത് അതാലോചിക്കുമ്പോ ഇപ്പോഴും ഒരു വിഷമാണ്. കരയുന്നു. അയ്യോ പൂവല്ലേ പൂവല്ലേ എന്ന് പറഞ്ഞിട്ട് കരയുന്നു. അതൊരു ഇച്ചിരി നാളുണ്ടാവുള്ളൂ കേട്ടോ. ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ കുറച്ച് നാളുണ്ടാവുള്ളൂ. പെട്ടെന്ന് തന്നെ മാറും. അപ്പോൾ എല്ലാ പാരൻസും അങ്ങനെയാണ്. ഞാനും ഭയങ്കര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. കാരണം ശുചിന്റെ കാര്യം വിളിച്ചിട്ട്. പക്ഷെ ഇപ്പൊ ഈ ഓപ്പണിങ്ങിന്റെ ടൈമായപ്പോ ഇങ്ങനെ ചോദിച്ചാൽ അവൻ ഓക്കെ ആണ്, അവനെല്ലാം സെറ്റാണ്. അപ്പൊ പിന്നെ അവന് അതൊക്കെ ചെയ്തോളൂ എന്നുള്ളൊരിത്. പിന്നെ എനിക്ക് ആകെ ഉള്ളൊരു ടെൻഷൻ എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അത് ഇവിടെ സത്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാരൻസാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്ന ആളുകൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേര് ഫുഡ് കഴിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഫോൺ വെച്ച് കൊടുക്കും. അത് ഏറ്റവും വലിയ തെറ്റാണ്, ഫോൺ വെച്ച് കൊടുക്കരുത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാനും അങ്ങനെ ചെയ്യാറ്. എങ്ങനെയും ഒന്ന് അകത്ത് എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട്. അപ്പൊ അമ്മയൊക്കെ പറയട്ടോ, നിങ്ങൾ മാത്രമുള്ളൂ ഇങ്ങനെ ചെയ്യണേ. ഇപ്പോഴത്തെ പാരൻസ് ആണ് ഇങ്ങനെ ചെയ്യണേ. പണ്ടൊക്കെ അതും ഇതൊക്കെ കാണിച്ചു കൊടുത്ത് കക്കേനെയും പൂച്ചേനെയും പട്ടീനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഫുഡ് കൊടുക്കാറ്. ഇപ്പോഴത്തെ പാരൻസോ അവരവരുടെ കാര്യം ചെയ്യാനായിട്ട് പിള്ളേരെ ഫോൺ കൊടുത്തിരുത്തും. ശരിയാണ്, നമ്മളാണ് തെറ്റിയത്. നമ്മളത് ചെറുപ്പത്തിൽ ശീലിച്ചായിരുന്നു. അവരിപ്പോഴും കണ്ട നോനൂന്ന് ചോദിക്കുന്ന കേട്ടോ. എന്നിട്ട് നോനു എന്നാ പറയാ കേട്ടോ കാർട്ടൂണിനെ. അവന് ഫോൺ വേണം കഴിക്കണമെങ്കിൽ. അപ്പൊ ഇവിടെ ചേർത്താൻ ചെന്നപ്പോ അവിടുത്തെ വൈസ് പ്രിൻസിപ്പാളിനെ കണ്ടിട്ട് നമ്മള് ഒരു ചെറിയ ഇന്റർവ്യൂ അല്ല, ചെറിയൊരു ഇതുണ്ടായിരുന്നു ഇവർക്ക്. അപ്പൊ അതിനു വേണ്ടി പോയപ്പോ സാറ് ചോദിച്ചു TV കാണുമെന്ന്. ഞാൻ പറഞ്ഞു TV കാണും, ഫുഡ് കഴിക്കണമെങ്കിൽ TV കാണുമെന്ന് പറഞ്ഞു. അതൊക്കെ കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മള് എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഫോൺ കൊടുക്കും. നമ്മള് പാരൻസ് തിരക്ക് പിടിച്ച് എന്തെങ്കിലും ചെയ്യണ സമയത്ത് അവിടെ അടങ്ങിയിരിക്കട്ടെ എന്ന് വെച്ചിട്ട് TV അല്ലെങ്കിൽ ഫോൺ കൊടുക്കും. ഇപ്പോൾ ചുഞ്ചുരു ഞാൻ ഫോൺ അധികം കൊടുക്കാറില്ല, എല്ലാം ഇടയ്ക്കൊക്കെ കൊടുക്കുള്ളൂ. പക്ഷെ TV കാണലുണ്ട്, കാർട്ടൂൺ അല്ല ചുഞ്ചുമ്മ. പിന്നെ ഒന്നും വലിച്ചു വാരി ഇടില്ല കേട്ടോ. വലിച്ചു വാരി ഇടില്ല, കാരണം വലിയ പ്രശ്നമില്ല. ഞങ്ങളുടെ പിള്ളേര് ഞാൻ കണ്ടുണ്ട്, ചിലർ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യത്തിന് സമ്മതിക്കണം. അതിന് ചുഞ്ചുരു പിന്നെ അവനെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല കേട്ടോ. അവനവിടെ ഇരുന്നോളൂ. ചുഞ്ചു മാറിക്കടി. സ്റ്റാപ്ലർ എടുക്കണ്ട. അപ്പൊ ഇന്നിപ്പൊ തന്നെ കൊറേ കളഞ്ഞിട്ടുണ്ട്. വേണ്ട ചുഞ്ചുരു ലാസ്റ്റ് സ്റ്റാപ്ലർ ഉണ്ടാവില്ല കേട്ടോ ഒന്നുമേ അടിക്കാനായിട്ട്. പിന്നെ ചുഞ്ചുരുവിന്റെ പ്രീ സ്കൂളിലെ ഒരു കുട്ടി ഉണ്ട് കേട്ടോ, അലങ്കൃത. അവളും പിന്നെ ആദൂസ്, 2 പേരുണ്ട്. ആദൂസും ഇവരാണ്.
ഒരുമിച്ചാണ് പോണല്ലേ. പിന്നെ അവരും കൂടി ഉള്ളവരെ എനിക്ക് വലിയ ടെൻഷനില്ല കേട്ടോ. അതായത് ഇവനെ അറിയണ രണ്ടുപേരുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. ചിഞ്ചുരു കാര്യം ചോദിക്കാട്ടോ, ചിഞ്ചുരു ക്ലാസ്സിൽ പോവോ? കേട്ടോ ഗൈസ്, അവരെന്നെ കണ്ടാ മതി ഇത്രേ, അവന് ക്ലാസ്സിൽ പോണ്ടാന്ന്. അപ്പൊ പഠിച്ചതൊക്കെ കൊച്ചിന് വലിയ ആളാവണ്ടേ? ചിഞ്ചുരുവിന്റെ അടുത്ത് കിടന്നിട്ടാണോന്ന് അറിയില്ല. എനിക്കും ചെറിയ ത്രോട്ട് പെയിൻ ഉണ്ട്, ജലദോഷം ചെറുതായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ചുഞ്ചുരുനെ എന്തായാലും വൈകുന്നേരം കാണിക്കണം, കാരണം ഇല്ലെങ്കിൽ ശരിയാവില്ല. കാരണം ചുഞ്ചുരു ബേബി സ്കൂളിൽ പോകുമ്പോഴത്തേനും മാറ്റിയില്ലെങ്കിലേ. പിന്നെ ചുഞ്ചുരുന് ഇനി ഓൾമോസ്റ്റ് എല്ലാം മേടിച്ച് ഇരിപ്പുണ്ട്. പിന്നെ ഇവനെയും മാറ്റി കിട്ടല്ലേ ശരിയാവില്ല. ഈ ചുഞ്ചുരുനെ ഇനി ഇത് കോട്ട് ഓൾറെഡി ഉണ്ട്, പുതിയതുണ്ട്. അപ്പൊ കോട്ട് വേണമെന്ന് പറഞ്ഞവർക്ക് അവിടെ അംബ്രല്ല യൂസ് ചെയ്യാൻ പറ്റില്ല. യൂസ് ചെയ്യാൻ പറ്റുന്ന പിള്ളേരല്ലേ ഈ കൊട പിടിച്ച് ഇങ്ങനെ. അപ്പൊ അവർക്ക് കോട്ട് വേണം എന്ന് പറഞ്ഞു. അപ്പൊ കോട്ട് ഓൾറെഡി ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇവിടുന്ന് പോണ ടൈമിൽ ഞാനാണല്ലോ കൊണ്ടാക്കണം. അപ്പൊ പോണ ടൈമിൽ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചിന് മഴ പെയ്ത് കഴിഞ്ഞാൽ കൊച്ചിനെ അപ്പൊ കോട്ട് ഇവിടെ നിന്ന് ഇട്ടിട്ട് പോണം. അപ്പൊ അത് നനയൂലേ. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടേക്ക് വേറെ പുതിയതൊരെണ്ണം മേടിക്കാം. എൻ്റെ ഉള്ളത് ഇവിടെ പോകുമ്പോ ഇടിക്കാന്ന് വിചാരിച്ചു. ചുഞ്ചുരു ബേബി നീ ഇരിക്കും പൊന്നാ, അവിടെ ഒക്കെ കഷ്ണാക്കി ഇട്ടേക്കാം. അപ്പൊ അതാ നോട്ട്ബുക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നോട്ട്ബുക്ക് 3 ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇവര് അതിനെ മാർക്കർ തന്നിട്ടുണ്ട്. മാർക്കറോണ്ട് എഴുതണം ഇവിടെ, അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് പരക്കും എന്നല്ല, പേനോണ്ട് ശരിയാവില്ല. അപ്പൊ അതാ 3 നോട്ട്ബുക്ക് ഇട്ടിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് നോട്ട്ബുക്ക്. ഏത് ബുക്കാ ഇത്? അക്കാഡമി നോട്ട്. ഇത് 2 ലൈൻ പറഞ്ഞേ. ഇത് മാത്സ് കിട്ടി പറഞ്ഞു. ഇത് മാത്സ് പറഞ്ഞേ. അപ്പൊ നമുക്ക് ലാസ്റ്റ് എഴുതാട്ടോ പേരൊക്കെ. കേട്ടോ. ഇല്ലയോ നെഞ്ചിലൊരാതി കരിവശിയുള്ള കളവാണി പാട്ടോട് മേക്കിംഗ് എ ഡിഫറൻസ്. പിന്നെ നമുക്ക് വലിയ ബുക്കുകളിലോട്ട് കിടക്കാം. വലിയ ബുക്ക് ഇടാം. വലിയ ബുക്കിൽ വേറെ വലുതാണ് കേട്ടോ. പറഞ്ഞ ഇതേതാ? പ്രീ റൈറ്റിംഗ് വിഷ്വൽ പ്രിസെപ്ഷൻ. ചുഞ്ചുരുന്റെ അടുത്ത ബുക്കാണ്. ചുണ്ടവിടെ അക്കാഡമി. പ്രീ റൈറ്റിംഗ് പ്രിസെപ്ഷൻ വിഷ്വൽ കിൻഡർ ഗാർഡൻ സ്കിൽസ് ആട്ടോ. പെൻസില് പിടിക്കേണ്ട രീതി ഇതേണ്ടോ ബുക്ക്. ചമ്പത്തമ്പുരാട്ടി അവിടെ ഉണ്ട്. അമ്മാമൻ കേട്ടോ. അമ്മാമനാണ് ഈ പറയണത് തമ്പുരാട്ടി. ഇനി സ്കൂൾ ഓപ്പണിങ്ങിന് നമ്മള് ലോങ് വീഡിയോ എടുക്കാതെ വിചാരിച്ചിട്ടുണ്ട്. ലോങ് വീഡിയോ എടുക്കുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കണ്ടിട്ട്. ഇതൊക്കെ പാടില്ല ഗായ്സ്. ഇതൊക്കെ ഇട്ടു. അപ്പൊ നമുക്കിനി അങ്ങനെ അത്യാവശ്യം എല്ലാം വിട്ട് കഴിഞ്ഞിട്ടോ. എനിക്കാണെങ്കിൽ നല്ല ത്രോട്ട് പെയിൻ ഉണ്ട് കേട്ടോ. അതിനിടയിലാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എനിക്ക് നല്ല തൊണ്ടവേദന ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരം ഡോക്ടറെ കാണിക്കണം. പോയിട്ട് ചുഞ്ചുരു ബേബിനെ കാണിക്കുമ്പോൾ എനിക്കും കാണിക്കണം കേട്ടോ. അങ്ങനെ
അപ്പോൾ അതാ അവർക്ക് അതിൽ എഴുതാനുള്ള, അതായത് പേര് എഴുതാനുള്ള മാർക്കറൊക്കെ അവർ തന്നിട്ടുണ്ട്. നമ്മൾ പേനോണ്ട് എഴുതിക്കാൻ ചിലപ്പോൾ അതിലാവില്ല, അപ്പോൾ നമുക്ക് പേനൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ, മാർക്കർ പേൻ. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിലത്തെ കുഞ്ഞുമക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അവരുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എൻ്റെയും ചുഞ്ചുരിൻ്റെ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത് അത്യാവശ്യം എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബായ്.